ബി.ജെ.പി. സർക്കാരിനെ പ്രശംസിച്ചും നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടും നടി ശോഭന. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ബി.ജെ.പി. കൺവെൻഷനിലാണ് ശോഭന എത്തിയത്. നരേന്ദ്രമോദി അസാധ്യമായതെല്ലാം സാധ്യമാക്കിയിട്ടുണ്ടെന്നും 1-2 ഇന്നിംഗ്സുകൾ വിജയകരമായി പൂർത്തിയാക്കി 3-ാം ഇന്നിംഗ്സിലേക്ക് കടക്കുകയാണെന്നും ശോഭന പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നടി ശോഭന തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. 3 മാസം മുമ്പ് തൃശൂരിൽ ബി.ജെ.പിയുടെ വനിതാ സംഗമത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത് വിവാദമായിരുന്നു. തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഒടുവിൽ തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നുകാട്ടി ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുത്തു. ബി.ജെ.പി. സർക്കാരിനെ ഏറെ പ്രശംസിക്കുകയും ചെയ്തു. മോദിജിയുടെ ലീഡർഷിപ്പ് ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ തെളിവാണ് 2-ാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 3-ാം ഇന്നിങ്സും അതിൻ്റെ സമയമായി. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ്, 5 വർഷം കൊണ്ട് 5 ലക്ഷം യങ്സ്റ്റേഴ്സിന് സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് 12th പാസ്സായവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി. മോദിയുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്നും ശോഭന പറഞ്ഞു. വരും ദിനങ്ങളിൽ നടീനടന്മാരും സംവിധായകരും ഉൾപ്പെടെ താരപ്രചാരകരെ രംഗത്തിറക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.